നൈജീരിയയിൽ ദേവാലയങ്ങൾ ആക്രമിച്ച് വിശ്വാസികളെ തട്ടിക്കൊണ്ടുപോയി. വടക്കേ നൈജീരിയയിലെ കഡുന പ്രവിശ്യയിൽ കഴിഞ്ഞ ഞായറാഴ്ച 2 ദേവാലയങ്ങളിലായി നടന്ന ആക്രമണങ്ങൾക്കിടയിൽ 160ഓളം വിശ്വാസികളെ തട്ടിക്കൊണ്ടുപോവുകയും തടവിലാക്കുകയും ചെയ്തു. അക്രമികൾ വൻതോതിലെത്തി ആരാധനാലയങ്ങൾ വളയുകയും പ്രവേശന വഴികൾ തടസ്സപ്പെടുത്തി വിശ്വാസികളെ ബലപ്രയോഗത്തിലൂടെയാണ് തട്ടിക്കൊണ്ടുപോയത്. വർഷങ്ങളായി സായുധാക്രമം, കൂട്ടത്തട്ടിക്കൊണ്ടുപോകൽ, സിവിലിയന്മാർക്കും മതസമൂഹങ്ങൾക്കും നേരെയുള്ള കടന്നുകയറ്റം എന്നിവയ്ക്ക് വേദിയായ വടക്കൻ മധ്യ നൈജീരിയയിലെ ഏറ്റവും സംഘർഷഭരിതമായ പ്രദേശങ്ങളിലൊന്നായ കഡുന സംസ്ഥാനത്താണ് ആക്രമണം നടന്നത്. മുസ്ലിം ഭൂരിപക്ഷ വടക്കൻ പ്രദേശത്തിനും ക്രിസ്ത്യൻ ഭൂരിപക്ഷ തെക്കൻ പ്രദേശത്തിനും ഇടയിലുള്ള ഒരു പ്രദേശമാണ് കഡുന. നവംബർ 17 രാത്രിയിൽ സെയിന്റ് സ്റ്റീഫൻസ് പള്ളിയിലെ ഇടവക വികാരി ഫാദർ ബോബോ പാസ്കലിനെ തട്ടിക്കൊണ്ടുപോയതും ഈ പ്രവിശ്യയിൽ നിന്നുമാണ്. അദ്ദേഹത്തെ ഏകദേശം 2 മാസങ്ങൾക്ക് ശേഷമാണ് വിട്ടയച്ചത്. തദവസരത്തിൽ ഫാദർ ബോബോയുടെ സഹോദരനെ അക്രമകാരികൾ കൊലപ്പെടുത്തിയിരുന്നു. ക്രിസ്ത്യൻ സമൂഹങ്ങൾക്കെതിരായ തട്ടിക്കൊണ്ടുപോകലുകളും ആക്രമണങ്ങളും ഏറെ വർദ്ധിക്കുന്ന നൈജീരിയയിൽ 2025 മാത്രം 3490 വിശ്വാസികളെയാണ് കൊല ചെയ്തിട്ടുള്ളത്. ഇത് ആഗോളതലത്തിൽ ആകെയുള്ളതിന്റെ ഏകദേശം 70%. കഴിഞ്ഞ നവംബറിൽ നൈജർ സംസ്ഥാനത്തെ ഒരു കത്തോലിക്ക സ്കൂളിന് നേരെയുണ്ടായ ആക്രമണത്തിന് ശേഷം 300-ലധികം വിദ്യാർത്ഥികളെയും അധ്യാപകരെയും തട്ടിക്കൊണ്ടുപോയിരുന്നു. കേരളവാണി ന്യൂസ്, കൊച്ചി.